പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പ് നീക്കത്തിൽ പ്രതിഷേധം. കാറ്റഗറി സംഘടനകളെ ഒഴിവാക്കി പൊതു അധ്യാപക സംഘടനകൾക്ക് മാത്രമായി ഹിതപരിശോധന നടത്താനുള്ള തീരുമാനം ഭൂരിഭാഗം സംഘടനകളും എതിർത്തു. പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുടെ നേതൃത്വത്തിലായിരുന്നു യോഗം. കേരളത്തിലെ അധ്യാപക സംഘടനകളെ കാറ്റഗറൈസ് ചെയ്തുകൊണ്ട് ആ കാറ്റഗറി സംഘടന ഇല്ലാതാക്കുക എന്നുള്ള നയത്തിനെ ശക്തമായി കേരളത്തിലെ അധ്യാപക സമൂഹം എതിർക്കുകയാണ്. പൊതുവിദ്യാഭ്യാസ സെക്രട്ടറി ഇന്ന് വിളിച്ചു ചേർത്ത ഇന്ന് അധ്യാപക സംഘടനയുടെ യോഗത്തിൽ കേവലം 3 സംഘടനകളുടെ മാത്രം പിന്തുണയുണ്ടായിട്ടുള്ള ബാക്കിയുള്ള 39ഓളം സംഘടനകൾ ഈ തീരുമാനത്തെ എതിർത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരള അധ്യാപക സമൂഹം ഒറ്റക്കെട്ടായി ഇടതുപക്ഷ സർക്കാരിൻ്റെ ഈ അധ്യാപക സംഘടനകളെ ഉന്മൂലനം ചെയ്യാനുള്ള നീക്കത്തെ ശക്തമായി എതിർക്കുമെന്ന് അസന്നിഗ്ധമായി ഞാനിവിടെ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഉമേഷ് ബാലകൃഷ്ണനാണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് വിവരങ്ങളുമായി. ഉമേഷ്, പൊതുവിദ്യാലയങ്ങളിലെ അധ്യാപക സംഘടനകളെ നിയന്ത്രിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തിൽ വലിയ പ്രതിഷേധമാണ് ഉണ്ടാകുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പ്രതിഷേധിച്ച സംഘടനാ നേതൃത്വം പറയുന്നത് എന്തൊക്കെയാണ്? ഇവർ ഒറ്റക്കെട്ടായി ഇതിനെ എതിർക്കുമെന്ന് തന്നെയല്ലേ? തീർച്ചയായും സംസ്ഥാനത്ത് എയ്ഡഡ് സർക്കാർ സ്കൂളുകളിലായി 1,70,000-ലധികം അധ്യാപകരുണ്ട്. ഇവർക്കായി 42 സംഘടനകളുണ്ട്. ഈ 42 സംഘടനകളുടെ പ്രവർത്തനം വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്നതിലടക്കം വലിയ പ്രതിസന്ധികൾ നേരിടുന്നു എന്നാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ കണ്ടെത്തൽ. ഇതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഈ വിദ്യാർത്ഥി സംഘടനകൾക്ക് വേണ്ടി ഒരു റഫറൻഡം നടത്താൻ, അതായത് ഹിതപരിശോധന നടത്താൻ വേണ്ടിയുള്ള തീരുമാനമെടുക്കുന്നത്. ഹിതപരിശോധനയിൽ പൊതു അധ്യാപക സംഘടനകൾ, അതായത് എല്ലാ വിഭാഗം ജനങ്ങളെയും പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള പൊതു സംഘടനകളെ മാത്രമേ പങ്കെടുപ്പിക്കാൻ കഴിയൂ എന്ന നിലപാട് ആദ്യം തന്നെ സർക്കാർ പ്രഖ്യാപിച്ചു. ഇതേ തുടർന്നാണ് കാറ്റഗറി സംഘടനകൾ, അതായത് ഇപ്പോൾ വിവിധ സംഘടനകളുണ്ട്. ഈ ഹയർ സെക്കൻഡറി അധ്യാപകരുടെ സംഘടനകൾ, ഒപ്പം ഹയർ സെക്കൻഡറിയിൽ ചില വിഷയങ്ങൾ മാത്രം പഠിപ്പിക്കുന്ന അറബിക് അധ്യാപകരുടെ സംഘടനകൾ, പ്രിൻസിപ്പൽമാരുടെ സംഘടനകൾ, അത്തരത്തിൽ നിരവധി സംഘടനകളുണ്ട്. ഈ സംഘടനകളെ ഒന്നിനെയും ഹിതപരിശോധനയിൽ പങ്കെടുപ്പിക്കില്ല എന്നുള്ള നിലപാട് എടുത്തു. ഇതിനെതിരെയാണ് ഇന്ന് യോഗത്തിൽ പങ്കെടുത്ത 39 സംഘടനകളിൽ 36 സംഘടനകളും പ്രതിഷേധിച്ചത്. ആകെ 3 സംഘടനകൾ മാത്രമാണ് സർക്കാർ തീരുമാനത്തെ അനുകൂലിച്ചത്. CPM അനുകൂല സംഘടനയായ KSTA, ഒപ്പം കോൺഗ്രസ് അനുകൂല സംഘടനയായ KPSTA, ഒപ്പം CPI അനുകൂല സംഘടനയായ AKSTU എന്നീ സംഘടനകൾ മാത്രമാണ് സർക്കാർ തീരുമാനത്തിനൊപ്പം നിന്നത്. ബാക്കി 36 സംഘടനകളും ഈ തീരുമാനത്തിൽ പ്രതിഷേധിച്ച് യോഗം ബഹിഷ്കരിച്ചു. ഏതെങ്കിലും രീതിയിൽ ഇത്തരത്തിൽ ഹിതപരിശോധനയുമായി മുന്നോട്ട് പോയാൽ ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നാണ് ഇവർ നൽകുന്ന മുന്നറിയിപ്പ്. ഉമേഷ് ബാലകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.